ഹേ ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പം മണാലിയിലാട്ടോ ഉള്ളത്. അപ്പം മണാലി വന്നിട്ട് ഫോട്ടോഷൂട്ട് എടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ. അതുകൊണ്ട് ഇന്ന് ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഇന്ന് അതിൻ്റെ മേക്ക് ഓവർ ആട്ടോ. ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാവേ. ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുക. ഈ വ്യൂ നോക്കിക്കൊണ്ടാണ് ഞാൻ ഇന്ന് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു സിമ്പിൾ മേക്ക് ഓവറാണ്, വലിയ കാര്യമായിട്ടുള്ള മേക്ക് ഓവർ ഒന്നല്ല. ഒന്നാമത് ഇവിടെ ഭയങ്കര ഡ്രൈ ആവുമല്ലോ തണുപ്പായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി നമുക്ക് മേക്കപ്പ് ഇട്ടാലും ശരിയാവത്തില്ല. അതുകൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു മേക്ക് ഓവറാട്ടോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫേസ് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ മോയ്സ്ചറൈസർ ഇവിയോണിൻ്റെ ക്രീമാട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കും. തണുപ്പായതുകൊണ്ട് ഞാൻ ഇന്ന് ഇതാട്ടോ യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഓയിലി സ്കിൻ, എൻ്റെ ഓയിലി സ്കിന്നാണ്, എന്നാലും അതിൻ്റെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മോയ്സ്ചറൈസറാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ഒരു കോമഡി, ഇവിടെ ശരിക്കും ഒരു കോമഡി ഉണ്ട്. നമ്മുടെ ഒരു സൂപ്പർ ഫാമിലി ശരണ ചേച്ചി ഇപ്പുറത്തിരുന്ന് മേക്കപ്പിന്റെ വ്ളോഗ് എടുക്കുന്നുണ്ട്. ചേച്ചി സൗണ്ടിലായിട്ട് വ്ളോഗ് എടുക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സാരികൾ കൊടുത്താണ് പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രൈമർ ഒന്നും ഇടുന്നില്ല കേട്ടോ, കാരണം ജസ്റ്റ് ഒരു ചെറിയ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടല്ല. അപ്പം ഇതെന്തായാലും ഒടിച്ചൊന്നും പോകത്തില്ല തണുപ്പത്ത്, അതുകൊണ്ട് പ്രൈമറൊന്നും യൂസ് ചെയ്യുന്നില്ല. മോയ്സ്ചറൈസർ ഇട്ടു. ലെൻസ് വെക്കണ്ടേ? നമുക്ക് ലെൻസ് വെക്കാം ഗൈസ്. ഇതാണ് എല്ലാവരും ചോദിക്കാറുള്ളത് എന്നോട് വീഡിയോയിൽ, ഏതാ ലെൻസ് എന്ന്. ഇതാട്ടോ ഡസ്കി ബ്രൗൺ, അക്വ കളറിൻ്റെ ഡസ്കി ബ്രൗൺ N. അപ്പോൾ എപ്പോഴും നമ്മൾ ഐബ്രോസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്രാവശ്യം ഞാൻ ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞിട്ട് ഐബ്രോസും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന മാക്സ്മിയൻ്റെ വെൽവെറ്റ് ഫൗണ്ടേഷനാണ്, ഷെയ്ഡ് 301. ഇത് ശരിക്കും ഓയിലി സ്കിന്നിൻ്റെ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇവിടെ അതിട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അക്വാ ഗ്രിപ്പിൻ്റെ പ്രൈമർ വാട്ടർ പ്രൂഫാണ്, പക്ഷേ മറ്റേ നന്നായിട്ട് ഈ ഡ്രൈ ആയിട്ടുള്ള ഫൗണ്ടേഷനൊക്കെ കുറച്ചും കൂടി ഒന്ന് എന്താ പറയുക, ഹൈഡ്രേറ്റ് ചെയ്യും. അത് 2 ഡ്രോപ്പ് ഇടുന്നുള്ളൂ കേട്ടോ. Come on, let's start here. അയ്യോ, കൺസീൽ ചെയ്യാനുണ്ടായിരുന്നു മറന്നു. പക്ഷേ ഈ ഫൗണ്ടേഷൻ നന്നായിട്ട് കൺസീലും കൂടെ തരും കേട്ടോ. നല്ല ഫൗണ്ടേഷനാണ്. ഇത് ആദ്യം ഇടുമ്പോൾ ഒരു പുട്ടി ഫീൽ വരും, പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഫീലാവും. ബ്രഷ് വെച്ചാട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. ഏത്? അത് കുപ്പിയില, അത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം. ശരിക്കും ഇവിടെ മിറർ ഇല്ല കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് മിറർ വെച്ചിട്ടാണ് നോക്കി ചെയ്യുന്നത്. നമുക്ക് ഈ പാടുള്ള സ്ഥലത്ത് കുറച്ചും കൂടെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ കവറേജ് ബിൽഡ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് കഴിഞ്ഞ് കൺസീലറാണ് ഇടുന്നത്. ഒത്തിരി ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി മാത്രം. ഞാൻ ഷുഗറിൻ്റെ കൺസീലറാട്ടോ. ഇത് നന്നായിട്ട് ഡ്രൈ ആവുന്നത്, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് കൺസീലറാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഇതാ, നോക്കിക്കോ നിങ്ങളെല്ലാവരും. 14 ബ്രേവ് എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ്, കണ്ടോ? ഇപ്പോൾ ഓക്കെ ആയി. ലൈറ്റായിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ, കാരണം ഇപ്പോൾ അത് വൃത്തിക്ക് ഇരിക്കുന്നുണ്ടല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഇത് ഡ്രൈ ആവുമെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട്
കൺസീലർ വേണോ വെച്ച്? ശരിക്കും ഒരു മിററില്ലാത്തതുകൊണ്ട് ചെയ്യാനൊരു സെറ്റ് ആവുന്നില്ല. ചെറുതായിട്ടൊന്ന് പൗഡർ സെറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും സെറ്റ് ചെയ്യണ്ട, ഇത്രയും ഡ്രൈ സ്ഥലം ആയതുകൊണ്ട്, തണുപ്പുള്ള സ്ഥലം ആയതുകൊണ്ട്. പിന്നെ ഞാനൊന്ന് ചുമ്മാ ഒരു ആർഭാടത്തിന് ഇത് മാക്കിൻ്റെ പൗഡർ കേട്ടോ, ഷെയ്ഡ് NC43.5. ഞാൻ പലർക്കും എല്ലാം പറഞ്ഞു കൊടുക്കുക, എന്നാലും ആർക്കും മനസ്സിലാവില്ല. പിന്നെയും ചോദിക്കും എന്നോട് എന്താന്ന്. അതെന്താ അങ്ങനെ? എനിക്ക് ഞാൻ ക്ലിയർ ആയിട്ടല്ലോ പറഞ്ഞിരുന്നു ഗുയ്സ്. എന്നാലും ചോദിച്ചോ, ഞാൻ പറഞ്ഞു തരൂ കേട്ടാ. കുഴപ്പമൊന്നുമില്ല, ഞാൻ പറഞ്ഞോളൂ. ചേച്ചിന്റെ മേക്ക് ഓവർ കണ്ടവരെല്ലാവരും അതിനകത്ത് പോയി നോക്കോട്ടാ. ചേച്ചിന്റെ ഫസ്റ്റ് മേക്ക് ഓവർ വീഡിയോ അല്ലേ? അപ്പൊ ഇനി കണ്ടിന്യൂസ് ആയിട്ട് വരും, നമുക്ക് പ്രതീക്ഷിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളുടെ ട്രാവലിംഗ് വ്ളോഗ്? ഞാൻ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ട്രാവലിംഗ് വ്ളോഗ്, മേക്കപ്പ് മാത്രമല്ലാതെ എല്ലാവരും എൻ്റെ ട്രാവലിംഗ് വ്ളോഗും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങൾക്ക് മേക്കപ്പ് മാത്രമല്ലാതെ എൻ്റെ എല്ലാ പരിപാടികളും ഞാൻ വ്ളോഗായിട്ട് ഇടുന്നുണ്ട്. അങ്ങനെയല്ല, ട്രാവൽ ഓൺലി ട്രാവൽ. ഓക്കെ, ഇത് മണാലി വന്നിട്ടുള്ള ഫസ്റ്റ് ദിവസമായിട്ട് ഞങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്. കാരണം ഇന്നും കൊണ്ട് മേക്കപ്പും കാര്യങ്ങളൊക്കെ ഫിനിഷ് ചെയ്യുവാണെങ്കിൽ ബാക്കി നമുക്ക് ഡേയ്സ് ചില്ലിയാലോ, പരിപാടി കഴിഞ്ഞല്ലോ. ഓക്കെ, പിന്നെ നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യാം. ഐബ്രോ ആയിട്ട് ഫില്ല് ചെയ്യുന്ന ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്ഥിരം ഐബ്രോ പൗഡർ യൂറോപ്പ് ഗേളിൻ്റെ ആണ്. ബാക്കി സ്റ്റാർട്ടിങ് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇതുണ്ട്. ഞാൻ ഐബ്രോ ഒന്നും കൂടെ കോംബ് ചെയ്ത് സെറ്റ് ആക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഐബ്രോ അങ്ങനെ ഫില്ലായി. നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഭയങ്കര ഹെവി ഐ മേക്കപ്പ് ഒന്നും അല്ല, എല്ലാം വളരെ ലൈറ്റായിട്ട്. എല്ലാം വളരെ ലൈറ്റായിട്ട് എന്ന് പറയുന്നുണ്ട്, ഒടുക്കത്തെ മേക്കപ്പ്. ഞാനിതാ യൂറോപ്പ് ഗേളിൻ്റെ തന്നെ ഐഷാഡോ പാലറ്റാട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു ഗൗണാണ് ഇടുന്നത്. ഞാൻ എൻ്റെ പൊക്കത്ത് തന്നെ കോട്ടിട്ടെന്ന് വെച്ചാൽ അങ്ങനെ ഇരുന്നിപ്പോൾ ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട്. അതെ, ഇതാണ് ഞാൻ ഇടുന്ന ഷെയ്ഡ്. കുഴപ്പമില്ല. ആ സൈഡിലിട്ട് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യോ? അവിടെ സൈഡ് കൺസീലർ വെച്ചിട്ട് ഇതുവരെ ബ്ലെൻഡ് ചെയ്തിട്ട് പോയോ? ആ, പോയി. ഇതൊന്നും കേട്ട് നിങ്ങൾ ഞെട്ടണ്ട, എന്റെ പേജ് എടുത്ത് നോക്കണം കേട്ടോ. ഞെട്ടല്ലാതെ ഈ വീഡിയോന്റെ ജോസൂട്ടിയുടെ വീഡിയോന്റെ അടിയിലെ ഫസ്റ്റ് കമന്റ് ആയിരിക്കും എന്റെ പേജ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സൈഡിൽ മാത്രം
ചെറുതായിട്ടൊന്ന് ഡാർക്ക് ആക്കുന്നുണ്ട്. അത് എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ കളർ ഒരു ഇതിരി കളർ ഗ്രേപ്പ്. അപ്പോൾ അതിൻ്റെ തന്നെ സെയിം ഷെയ്ഡ് ഏകദേശം ഒരു ഷെയ്ഡ് വെച്ചിട്ട് സൈഡൊന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഇങ്ങനെ മണാലി പോകുമ്പോൾ ഉറപ്പായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും ഫോട്ടോഷൂട്ട് എടുക്കണം, അടിപൊളിയായിട്ട്. പിന്നെ നമ്മളെപ്പോഴും പോകുന്ന സ്ഥലമല്ലല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുവാണെങ്കിൽ ഓർക്കാൻ. ഞങ്ങളുടെ ഈ കോസ്റ്റ്യൂം റിവീൽ ചെയ്തിട്ടില്ല ഞങ്ങൾ. ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കും വീട്ടുകൾക്ക് വട്ടാണ്. നിങ്ങൾ ഞെട്ടും, ഉറപ്പായിട്ട് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് വട്ടാന്ന്. ഏകദേശം നമ്മുടെ ഐ മേക്കപ്പ് ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും കുറച്ച് ഗ്ലിറ്ററും കൂടെ അപ്ലൈ ചെയ്യണം. പിന്നെ കണ്ണിൻ്റെ അടിയിലും ഒന്ന് ഷെയ്ഡ് ചെയ്യാനുണ്ട്, കണ്ണ് എഴുതാനുണ്ട്, ലാഷസും വെക്കാനുണ്ട്. അതൊരു കഴിഞ്ഞ് നമ്മുടെ ഐ മേക്കപ്പ് ഫിനിഷ്. ഒരു ഷെയ്ഡ് ഗ്ലിറ്റർ ആട്ടോ ഇട്ട് കൊടുക്കുന്ന ഇത് കണ്ടോ, ഒത്തിരി അറിയത്തില്ല എന്നാൽ ഒന്നും വരുന്നില്ല. ഇതിൻ്റെ അകത്ത് ഇതൊക്കെ കട്ടോടിച്ച് തോന്നുന്നു. ഇതാ ചെറിയൊരു ഷൈനിങ്. കുറേ നാൾ ചാനൽ തുടങ്ങിയ കാലം തൊട്ട് കുറേ പേര് എൻ്റെ അടുത്ത് പറയണത് മേക്കപ്പ് വീഡിയോ ചെയ്യാം. എനിക്ക് തോന്നുന്നു ആദ്യം മാത്രം എന്തോ ഒരെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ചെയ്തിട്ടേ ഇല്ല. ഏറ്റവും പറഞ്ഞ സമയം കിട്ടാറില്ല. പിന്നെ അങ്ങനെ മടിയും കൂടി ആയപ്പോൾ പിന്നെ എല്ലാവരും മടിയൊന്നായി കഴിഞ്ഞാൽ പിന്നെ സെറ്റായി. ഇന്നിപ്പോൾ എന്തായാലും ഓക്കെ. അപ്പം ഗ്ലിറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഉണ്ടാവും കണ്ണ് ചെറിയൊരു എടുപ്പ് വന്നുണ്ട്. ഗ്ലിറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കണ്ണ് കുറച്ചും കൂടി വലിപ്പമുള്ള പോലെ ഫീൽ ചെയ്യും. ഞാൻ എപ്പോഴും ഗ്ലിറ്റർ കൈ കൊണ്ടാട്ടോ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ബ്രഷിനേക്കാളും കുറച്ചും കൂടെ കംഫർട്ട് കൈ തന്നെയാണ്. ചേച്ചിൻ്റെ എൻ്റെ അടുത്ത് ഞാനാട്ടോ മേക്കപ്പ് ചെയ്തത്. അതെ, തകർത്താനെ ഞങ്ങൾ. ചേട്ടായിൻ്റെ കയ്യിൽ വ്ലോഗുണ്ട്. ലൈഫ് ഓഫ് ജിബിക്കകത്ത് ഇവിടെ കല്യാണം ഉണ്ട് കേട്ടോ, വ്ലോഗ്. നമ്മൾ ആദ്യമായിട്ട് ആ ഷെയ്ഡ് ഞാൻ കണ്ണിൻ്റെ അടിഭാഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ കണ്ണെഴുതി. നെക്സ്റ്റ് നമ്മൾ ഷുഗറിൻ്റെ ജെൽ ഐലൈനർ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഞാൻ കണ്ണപ്പുറത്ത് എഴുതിയിട്ട് വരാം. എല്ലാവർക്കും കണ്ണെഴുതാൻ അറിയാലോ. ഞാൻ കണ്ണപ്പുറത്ത് എഴുതിയിട്ട് വരില്ല, ശരിയാവില്ല ഗൈസ്. അപ്പം നമ്മൾ കണ്ണൊക്കെ എഴുതി കഴിഞ്ഞ് നമുക്ക് മസ്കാര ഇടാം. ഞാൻ യൂസ് ചെയ്യുന്ന മസ്കാര മെബിലൈൻ്റെ വാട്ടർ പ്രൂഫ് മസ്കാര. ഇതാട്ടോ ഈ മസ്കാര. മസ്കാര ഇടുമ്പോൾ നമ്മളെപ്പോഴും ആദ്യം ലാഷസ് താഴേക്ക് ഒന്നിങ്ങനെ കോമ്പ് ചെയ്തിട്ട് പിന്നെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. കണ്ട് രണ്ട് കണ്ണ് നമ്മുടെ വ്യത്യാസം. ലാഷസ് ഇടുമ്പോൾ എപ്പോഴും നമ്മുടെ കണ്ണ് ഭയങ്കര ഭംഗി കൂടത്തേ ഉള്ളൂ. കണ്ണിൻ്റെ അടിയിൽ മസ്കാര ഇട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
ഗൈസ് നെക്സ്റ്റ് നമ്മൾ പിക്സീൻ്റെ ബ്ലഷ് ആട്ടോ യൂസ് ചെയ്യുന്ന സ്റ്റിക്കാണ്, ചേച്ചീൻ്റെ ആട്ടോ. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ബ്രഷും കൊണ്ടാട്ടോ അപ്ലൈ ചെയ്യുന്നത്. എനിക്ക് ബ്രഷും കൊണ്ട് അപ്ലൈ ചെയ്ത് ശീലമായിപ്പോയി. ഗൈസ് ഞാൻ നെക്സ്റ്റ് കുറച്ച് ലിപ് ബാം ഇടുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ലിപ്സ്റ്റിക് ഇടാം. ഇത് ഡ്രൈ ആണോ? സെബാമെറ്റിൻ്റെ ഇടാം. നമ്മൾ കോസ്റ്റ്യൂം സെറ്റാക്കിയിട്ട് ബാക്കി ലിപ്സ്റ്റിക് ഒക്കെ ഇടാം. അതിൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാം. ഹെയർ സ്റ്റൈൽ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഞങ്ങൾ എക്സ്റ്റൻഷനൊക്കെ എടുക്കാൻ മറന്നു പോയതുകൊണ്ട് മിക്കവാറും വെറുതെ ഇങ്ങനെ അഴിച്ചിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഡ്രസ്സ് കുറച്ച് സീനാണ്, നെക്ക് കുറച്ചൊക്കെ ഇറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ഒരു സാധനമൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഞാൻ ലിപ്സ്റ്റിക് ഇടുവാണ്. ഷുഗറിൻ്റെ 42 ആട്ടോ ഷെയ്ഡ് വന്നിട്ട്. ഏകദേശം ഈ ഡ്രസ്സിൻ്റെ ഷെയ്ഡൊക്കെ തന്നെയാണ്. ഇത് ഭയങ്കര കട്ടിയാണ്, അതുകൊണ്ട് ഞാൻ ബ്രഷിൽ നിന്ന് കുറേ എടുത്ത് കളഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. നല്ല റൈറ്റ് ഡ്രസ്സിന് നന്നായിട്ട് മാച്ചാവും. ഇങ്ങനെയുണ്ട് ഷെയ്ഡെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ചെറിയൊരു പേളിൻ്റെ മാലിട്ടുണ്ട്. ശരിക്കും 3 ലെയറായിട്ടോ ഇത്. ശരിക്കും ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ ഓർണമെൻറ്റ്സ് ഒന്നും നമ്മൾ സെറ്റ് ചെയ്തില്ല, ഡൽഹി പോയപ്പോൾ മേടിച്ചതാ. അതുകൊണ്ടാണ് ഗോൾഡൻ കമ്മലും വെള്ളി മാലയൊക്കെ. വളരെ വെറൈറ്റിയാണ് ഫുള്ള്. ഗൈസ്, ഇപ്പം ഞാൻ ലാഷസ് വെച്ചിട്ട് വരാം കേട്ടോ. ഇത് യൂറോപാരിസിൻ്റെ 54 ആണേ. വെച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, ഇപ്പം ഞാൻ ലാഷസ് വെച്ചിട്ടുണ്ട് കേട്ടോ കണ്ണിൽ. കണ്ടോ, ഒത്തിരി അറിയത്തുമില്ല, എന്നാൽ കണ്ണ് നല്ലൊരു എടുപ്പും കിട്ടും. അതാണ് യൂറോപാരിസിൻ്റെ 54 കേട്ടോ. 54 ഒത്തിരി ലാഷസ് ആയിട്ടൊന്നും തോന്നിക്കണ്ട എന്നുള്ളവർക്ക് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ്. ഡ്രസ്സ് ഞാൻ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ. ഈ സ്ലീവ്ലെസ് ഒക്കെ ഇട്ട് ഞാൻ എങ്ങനെ തണുപ്പത്തേക്ക് ഇറങ്ങുന്നത്. ഗൈസ്, നമ്മൾ ഫുൾ കംപ്ലീറ്റ് ആയി. ഹെയർ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ബ്ലോ ഡ്രൈ പോലെ ചെയ്തിട്ടേ ഉള്ളൂ. കാരണം ഹെയർ വേറെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. പിന്നെ ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഫ്ലവർ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെക്കും, ചിലപ്പം നോക്കിയിട്ട്. അപ്പോൾ ഞാൻ പോയി ഫോട്ടോ എടുക്കട്ടെ, ഇല്ലെങ്കിൽ പിന്നെ ലൈറ്റൊക്കെ പോവും. കുറേ കഴിയുമ്പോൾ ഭയങ്കര തണുപ്പാവും, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും അല്ലേ ജി. അപ്പോൾ പോയി ചെയ്തിട്ട് വരാം. ഡ്രസ്സ് നമ്മൾ അവിടെ പോയിട്ടോ ഫോട്ടോഷൂട്ട് എടുക്കുന്നത്, ആ മഞ്ഞത്ത്. ഗൈസ്, ചേച്ചി ഒരുങ്ങി സുന്ദരിയായി. ചേച്ചി സാരി എടുക്കാൻ വേണ്ടി ഇരുന്ന കേട്ടോ. അപ്പൊ സാരി ഞങ്ങള് അവിടെ ബ്ലൗസ് ഒന്നും ഇട്ടില്ല. ഞങ്ങൾ ഫോട്ടോഷൂട്ടിന് പോണ സ്ഥലം എന്താ ഇത് ഞാൻ കാണിച്ചു കൊടുത്തായിരുന്നു ഓൾറെഡി. ഇതാണ് നമ്മൾ ഫോട്ടോഷൂട്ടിന് പോകുന്ന സ്ഥലം. എന്റെ ഫുൾ ഡ്രസ് ഞാൻ കാണിച്ചൊന്നുമില്ല, കാണിച്ചു തരാം. ഇറങ്ങുമ്പോ ഇതൊന്നും നെക്കി മാറ്റി. ഈ പൂവൊക്കെ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. എങ്ങനെയുണ്ട്?
അയ്യോ നമ്മുടെ റൂം ഇതാട്ടോ, അതിന്റെ ബാക്ക് സൈഡാണിത്. ചേട്ടേ കമോൺ അമ്മേ, ചേട്ടാ ഫോട്ടോ എടുത്ത് തരുന്നു. ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കുവാണ്. മഞ്ഞത്ത് നല്ല തണുപ്പ്. ഫോട്ടോ എടുക്കാം. അവനൊരു കാര്യമേ ഉള്ളൂ, പാവം. ഇല്ലേ ചെയ്യും പാവം. അയ്യോ ഇതാ പോന്ന ഓക്കെ. ഫുള്ള് മഞ്ഞ്, ഫുൾ മഞ്ഞത്താണ് കഴിച്ചത്. ഞാനിപ്പോ ഫ്ലവറൊക്കെ വെച്ച് തലയില് ഈ ഫ്ലവർ വെച്ച് കുറച്ച് ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ചു. ഇങ്ങനെയുണ്ട്. ഫ്ലവറേ കുറച്ചും കൂടി ഇങ്ങോട്ട് പിടിക്കാം. അതന്നെ, യെസ്. കുറച്ചും കൂടി ഇതായിക്കോട്ടെ. റഫ് അല്ല, അങ്ങനല്ല, ഇങ്ങനല്ല. ലുക്ക് കുറച്ച് ഈ സൈഡ് കൊടുക്കണം. ഇത്ര നേരം ഇവരുടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കൊടുത്ത് ഞങ്ങളെ കപ്പിൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇപ്പോഴാണ്. ഞങ്ങളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്നും തലയിലൊക്കെ വിറച്ചിട്ടുണ്ടല്ലോ. ഐസായി ഐസ്. ഇനി ഏതായാലും ചൂടുവെള്ളത്തിലിട്ടിട്ട് ഉരുക്കിയെടുക്കണം. അത്രയ്ക്ക് ഐസായി. നോക്കിയേച്ചി, ഒന്നും കാണിക്കാൻ പറ്റിയൊരു സിറ്റുവേഷനിലല്ല ഞങ്ങള്. അയ്യോ നോക്കി തള്ളിക്കൊണ്ടിരിക്കുക. അമ്മേ തണുത്തിട്ടുണ്ടല്ലോ. ഐസായി ഐസ്. ഇത് രസോടെ അതാണ് ഭയങ്കര രസം. ഞങ്ങള് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തട്ടാ. പൊള്ളി ഫോട്ടോസ്. നിങ്ങൾ എന്തായാലും കയറി നോക്കണം. അധികം വൈകാതെ തന്നെ ഫോട്ടോസ് എല്ലാം വരും. ഇടും. ഈ വ്ളോഗ് എല്ലാം കൂടി ഇട്ട് തീർക്കാൻ വേണം ഫോട്ടോസ് വരണം അല്ലേ? അയ്യോ കൊച്ചു പാവു. ഇതൊക്കെ ഞാൻ ഇതിന്റെ ഉള്ളിലില്ലേ എന്തോരം സാധനങ്ങളാണ്. അത് ഇതെല്ലാം ഇട്ടിട്ട് നിൽക്കാൻ വരുന്നത്. ഞാൻ ബോൾഡാണ് ഗൈസ്, ബോൾഡ്. ഇനി ഇത് പൊക്കി പിടിച്ച് പോട്ടെ. ഇതുണ്ടായിരുന്നു എന്റെ ഉടുപ്പ്, ചേട്ടാ എന്റെ ഗൗൺ. അതുകൊണ്ട് എല്ലാം കിട്ടില്ല ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. പോവാ ഗൈസ്. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അവസാനം എന്റെ കാലിന് ബാലൻസ് വരെ പോയിട്ട് തണുത്തിട്ട് മരച്ചുപോയി. ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന് എനിക്ക് അറിയില്ല. അയ്യോ വെള്ളം കുടിക്കാൻ പോലും പറ്റില്ല. വെള്ളം കുടിക്കില്ല. എന്റെ കണ്ണൊക്കെ ഇറങ്ങിയ വെള്ളം കുടിച്ചിട്ട് പോലും ഇങ്ങനെ ഇതായിട്ട് മൂക്കി കൂടി ശ്വാസം കയറിയിട്ടില്ലേ. നമ്മുടെ 2 മണിക്കൂർ എടുത്ത മഞ്ഞത് തന്നെ ഈ കോലത്തില്. പക്ഷെ എത്ര പ്രതീക്ഷിച്ചില്ല. എത്ര കഷ്ടപ്പെട്ടാണ് കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചതിനൊക്കെ അടിപൊളി ഫോട്ടോസ് എനിക്ക് ചേട്ടായി എടുത്തു തന്നു. താങ്ക് യു സോ മച്ച്. അതെ, എന്നെ പണ്ട് പറയുമായിരുന്നു കിട്ടുന്നതിന് മുന്നേ നിനക്കൊരു ഫോട്ടോഗ്രാഫറെ പറ്റുള്ളൂ എന്ന്. കാരണം എനിക്ക് അത്ര ഇഷ്ടം ഫോട്ടോ എടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞങ്ങളുടെ ഫോട്ടോസ് ഉണ്ടോ ബാക്കില്? വേണ്ട ഇങ്ങനെ നീ കഥ പറഞ്ഞു. അപ്പൊ എനിക്ക് ഇത്രയും ഫോട്ടോസ് ചേട്ടൻ എടുത്തു. എന്റെ എല്ലാ ആഗ്രഹവും കറക്റ്റ് ആയിട്ട് സാധിച്ചു തരും കേട്ടോ. അങ്ങനെ സാധിക്കാതായിട്ട് ഒന്നും തന്നെ ഇല്ല. എനിക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് എന്ത് പറയുന്നു അതേപോലെ തന്നെ എനിക്ക് കിടിലിനായിട്ട് ചേട്ടാ എല്ലാം ചെയ്തു തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചേട്ടായി. എനിക്ക് വേണ്ടിയല്ലേ നമ്മുടെ ലൈഫ്. കുഞ്ഞിന്റെ ഫോട്ടോ നോക്കി 3 ഫോട്ടോസ് ഇട്ടേക്കുന്നത്. പൊള്ളി ഫോട്ടോസ്. ഇതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വരുന്നതായിരിക്കും. എല്ലാരും കേറി നോക്കുക. ഇതൊന്നും അല്ല, കിടിലൻ കുറെ ഫോട്ടോസ് ഉണ്ടല്ലേ. എല്ലാം ഇപ്പൊ കാണിക്കുന്നില്ല കാരണം ഫീലബിൾ സാധനങ്ങൾ. അത് മഞ്ഞാണ്. ഇത് കുറച്ച് ബ്ലീച്ച് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ട്. കാരണം അത് ക്യാമറയുടെ നിൽക്കുന്ന സ്ഥലങ്ങൾ അത്രയും ബ്രൈറ്റ് അല്ല. അത്രയൊക്കെ ഇപ്പൊ കണ്ടാ മതി. കിട്ടിലും ഫോട്ടോസ് വരും ഉറപ്പായിട്ടും. എന്നോട് പൂ ചോദിച്ചു, ഞാൻ പൂക്കാലം. എന്റെ കയ്യിൽ ക്യാമറ ഇട്ടിക്കാനല്ലേ അങ്ങെടുത്ത് ചാമ്പുക. എല്ലാ കപ്പിളും എന്നോട് പറയും ജിബി മതി. അപ്പോഴും നമ്മുടെ തലയിൽ ഓരോ സാധനങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കും. ഇനി എടുക്കണം.
ഇതിൽ നിക്കാൻ പറ്റില്ല നമ്മൾ അത്രയും സമയം ഞാൻ വയ്യേട്ടാ എന്നെ എടുത്തോണ്ട് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു കുഞ്ഞ ഒരു ദിവസം കൂടി കാരണം ഇത്രയും നല്ല ലൊക്കേഷൻ വന്നേക്കണം. ഞാൻ ഇവിടെ കൈയൊക്കെ തൊട്ട് വെക്കും മറ്റേ മരവിച്ചിരിക്കണേ കേട്ടാ. എന്നിട്ട് ഞാൻ പറഞ്ഞു കുഞ്ഞ ഒരു ദിവസം കൂടി ചോരം വരുന്നുണ്ട്. പാവട്ടെ സമ്മതിക്കണം. ഇത് നോക്കിയേ എന്റെ ഉള്ളില് ഇത് നോക്കി ഒരു പുള്ളോവർ പിന്നെ അതേ ഒരു ബനിയൻ ഇതിന്റെ ഉള്ളില് അടുത്ത തെർമല് ഇത്ര സാധനങ്ങൾ ഞാനിട്ടുണ്ട്. പിന്നെ ഈ ഡ്രസ് എനിക്ക് അമ്മ അതെ അമ്മ കല്യാണത്തിന് മുന്നേ എനിക്ക് ഈ ഡ്രസ്സ് അമ്മ മെറ്റീരിയൽ തന്നിട്ട് തയ്ക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഞാൻ ആ ടൈമിൽ എനിക്ക് ഇതുണ്ടോ ഇങ്ങനെയുള്ള മെറ്റീരിയൽ ഇങ്ങനെ ഫിഷ് കട്ട് ടൈപ്പിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പൊ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നപ്പോൾ ഞാൻ കൈയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, കഴുത്തിൽ ഇവിടം വരെയൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് ഈ ഡ്രസ്സിന് മാച്ച് ആവാത്ത പോലെ തോന്നി. അതൊരു ഗോൾഡൻ ഇങ്ങനെ വർക്കൊക്കെ വെച്ചിട്ടൊരു സാധനമായിരുന്നു. അപ്പൊ അതെനിക്ക് ഒട്ടും അതുകൊണ്ട് ഞാൻ ഇടില്ല. ഞാൻ ഒരു വർഷം ഒന്ന് 2 വർഷം മുന്നേ തയ്ച്ച സാധനം ഇത് ഇപ്പോഴും ഞാൻ ഇടുന്നത്. പക്ഷെ എനിക്ക് ഫിറ്റ് ആട്ടോ. പിന്നെ അതിന് തടിയൊന്നും വെച്ചിട്ടില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ കൈയൊക്കെ അങ്ങ് മുറിച്ച് കളഞ്ഞു, കഴുത്തിന്റെ അവിടെയൊക്കെ മുറിച്ച് കളഞ്ഞു. കാരണം അത് വെച്ചിട്ട് ഒരുമാതിരി ഈ ഡ്രസ്സിന് ചേരാത്ത പോലുള്ളൊരു കൈയും നെക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ അങ്ങ് മുറിച്ച് സെറ്റാക്കി. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. കാരണം ഇത്രയും കുട്ടും തണുപ്പത്ത് ഞാൻ ഈ മേക്കപ്പ് ഇട്ടിട്ട് വ്ലോഗ് എടുത്ത് നിങ്ങൾ കാണാൻ ഒരുപാട് കമന്റ് ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട്. അപ്രിഷിയേറ്റ് ഫോട്ടോഗ്രാഫർ എന്നൊക്കെ പറഞ്ഞാണ് എല്ലാ പെണ്ണുങ്ങളും റീൽസ് എടുത്താൽ പോലും ക്യാമറമാനെയാണ് എപ്പോഴും മെൻഷൻ ചെയ്യണം. കാരണം ഇവർക്കാണ് ഇത് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് ഉള്ളത്. ഇവര് ചെയ്യുന്ന സംഭവങ്ങളോട് വരുമ്പോഴത്തേക്കും ആ എടുക്കുന്ന ഒരാൾക്കും ആ ഒരു ആംബിയൻസ് കാണുമ്പോൾ എന്തായാലും എടുക്കണം. നമ്മളെല്ലാവരും ഒരു ആംബിയൻസ് ഉള്ള സ്ഥലം കിട്ടുമ്പോൾ പിന്നെയും വേറെ പോസ്റ്റുകളൊക്കെ വെച്ച് എടുക്കാൻ നോക്കും. കാരണം എന്തായാലും നല്ലൊരു പടങ്ങളൊക്കെ കിട്ടുവാണ്. ഞാൻ കുറച്ച് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നല്ല ക്വാളിറ്റിയിൽ കുറച്ച് വീഡിയോസും കിട്ടും, അങ്ങനെ എല്ലാം കിട്ടും. നല്ല ഡ്രൈ ആയിട്ടാ മൊത്തം, നല്ല ഡ്രൈ ആയി. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ വീഡിയോ. അതെ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ അതോടുകൂടെ പിന്നെ ഇവളുടെ ചാനലിൽ കാണാത്ത കുറച്ച് വീഡിയോസ് ഒക്കെ നമ്മുടെ ലൈഫ് ഓഫ് ജിബിയിൽ വന്നിട്ടുണ്ട്. ബിക്കോസ് ഞങ്ങളുടെ മെയിൻ ലൈഫ് സ്റ്റൈല് അതിന്റെ അകത്താണ്. പിന്നെ ഇപ്പൊ കുഞ്ഞിന്റെ ചാനലിൽ കുഞ്ഞിന് ലൈഫ് വിത്ത് മേക്കപ്പ് എന്നുള്ളൊരു മൂടി പോകണമെന്ന് ആഗ്രഹം പറഞ്ഞു. ഞാൻ ചെയ്തോട്ടെ, അതിനെന്താ ചെയ്യും. എന്റെ ഇപ്പൊ മണാലി വരെയുള്ള ട്രാവലിംഗ് വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിന് തൊട്ട് പുറകിലുള്ള വീഡിയോസ് ഒക്കെ അതാണ്. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവരെല്ലാവരും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. മേക്കപ്പിന് മാത്രമല്ല ട്രാവലിംഗ് വ്ളോഗും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അല്ലേ. അതിന്റെ ഇടക്ക് കൊച്ചെടുക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ അതൊരു മൂഡാണ്. ഈ പറഞ്ഞ പോലെ ഇപ്പൊ കൊച്ചിന് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് കൊച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോ മാർക്കറ്റിൽ പോയി അങ്ങനെ കുറെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല അധികമൊന്നും. കൊച്ചു കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അത് ഈ പറഞ്ഞ പോലെ ബസ്സിന് വന്നാണെങ്കിൽ ആ ബസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നുള്ള സംഭവങ്ങളോ അതിന് മുമ്പ് ഉണ്ടായ ഇൻസിഡന്റ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം നമ്മളെ സംബന്ധിച്ച്, എന്നെ സംബന്ധിച്ചും അളിയനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട്. ഇവർ രണ്ടുപേരും ശരിക്കും പറഞ്ഞാൽ ഫ്രീ ബേഡായിട്ട് കൊണ്ടുനടക്കണേ ഞങ്ങൾ രണ്ടുപേരും. സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവര് മറ്റേ തുള്ളിച്ചാടി അത് ഞങ്ങളാണെങ്കിൽ മാപ്പ് നോക്കല്, വണ്ടി നോക്കല്, വണ്ടി വന്നില്ല പ്രശ്നങ്ങൾ, റൂം നോക്കല്, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് നമ്മൾ ഡീൽ ചെയ്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ആ സമയത്ത് കൊച്ചെടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ അത് വെറിയിടാണല്ലോ. കാരണം എന്തായാലും നമുക്ക് എല്ലാം മൂമെന്റ്സാണ് നമുക്ക് വേണ്ടത്. ആ മൂമെന്റ്സ് നമുക്ക് എന്തായാലും ഇതിൻ്റെ അത് കിട്ടുന്നുണ്ട്. യെസ് കമിങ് ഗൈസ്. അപ്പൊ അതേ ഇതുപോലെ ടിങ് അടിച്ച് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെല്ലൈക്കൺ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തേക്കുക. ഓക്കെ, ബൈ 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 ബൈ. വന്നല്ലോ മലകൾ ഒന്നല്ല ചേച്ചി, ഒരു തല കാണിച്ചേ. വേമ്പ ടൈം ഇസ് ഗോയിങ്. അപ്പൊ ഇതാണ് ചേച്ചിയുടെ കോസ്റ്റ്യൂം. അപ്പൊ ഓക്കെ, ബൈ 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 ബൈ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.